welcome back to this new concept. This is Bindu Joseph from Kozhikode. ഇന്നലെ ഒക്ടോബർ 10 അതിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. ജീവിതത്തിൽ സ്ട്രെസ്സുമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നിങ്ങളൊരു ചെടി നടുന്ന സമയത്ത് വളരുന്നത് ചെടി മാത്രമല്ല, നമ്മുടെ മനസ്സിലെ ശാന്തതയും സമാധാനവുമാണ് അതോടൊപ്പം വളരുന്നത്. വേര് പിടിപ്പിച്ച ഒരു ചെടിക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചില നടപടിക്രമങ്ങളുണ്ട്. ആ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ആ നടപടികളിലൂടെ പോയാൽ മാത്രമേ പെട്ടെന്നൊരു ചെടി വളർന്ന് പുഷ്പിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വേര് വന്നൊരു ചെടിയെ വ്യത്യസ്ത തലങ്ങളിലേക്ക് നമ്മൾ മാറ്റുന്നത് എന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേര് വന്ന ഉടനെ തന്നെ ഇത് മാറ്റുക എന്നുള്ളതാണ്. ഇതെല്ലാം വേര് വന്നിരിക്കുന്നതാണ്, പക്ഷേ വളർച്ച അങ്ങോട്ട് ആവുന്നില്ല. എത്ര പെട്ടെന്ന് നമ്മൾ ഗ്രോ ബാഗ് സൈസ് മാറ്റുന്നുവോ അതിനനുസരിച്ച് ചെടിയുടെ ഗ്രോത്തും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. അതുപോലെ നമ്മൾ വേര് പിടിപ്പിച്ചാണ് വാട്ടർമെലൺ ഗീസും നമുക്കിതുപോലെ വേര് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്നോ യെല്ലോയാണ്, ഇതിലൊക്കെ നിറയെ വേര് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ നമ്മൾ ഇതുണ്ട്, ഇതിനകത്തെല്ലാം തന്നെ വേര് വന്ന ചെടികളാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗ് അടുത്ത സൈസിലേക്ക് മാറ്റാൻ പോവാണ്. ഇതല്ലാത്ത പക്ഷം ചെടികൾ ഗ്രോത്ത് ഉണ്ടാവില്ല. ഇതിൻ്റെ വേര് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ അലോവേറ ജെല്ല് തേച്ചിരുന്നു, പെട്ടെന്ന് തന്നെ. പിന്നെ കാലാവസ്ഥയും അനുകൂലമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് നിറയെ വേരുകൾ വന്നിട്ടുണ്ട്. ഈ വേരുകൾ വന്നതിനെ നമ്മൾ അടുത്ത ഗ്രോ ബാഗ് സൈസിലേക്ക് മാറ്റുകയാണ്. മണ്ണും മണലും പിന്നെ കുറച്ച് ഉമി ഇട്ടിട്ടുണ്ട്. ഉമി അവൈലബിൾ അല്ലെങ്കിൽ മണൽ മതി. അതിൻ്റെ കൂടെ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോട്ടി മിക്സറിലാണ് നമ്മൾ അടുത്ത ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നത്. ഇതാണ് നമ്മൾ ഗ്രോ ബാഗ്, 8x8 സൈസ് ഗ്രോ ബാഗാണ്. ഇതിനെ നമ്മൾ കറക്റ്റ് ഫോൾഡിംഗ് ഉള്ള ഗ്രോ ബാഗാണിത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അഡീഷണൽ ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബോട്ടത്തിലാവട്ടെ നമ്മൾ അതുപോലെ തന്നെ എക്സ്ട്രാ ഒരുപാട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കാൽഭാഗം മണ്ണിടുന്നു. മണ്ണിൽ പോട്ടി മിക്സ് എന്താണോ അത് നിറച്ചതിന് ശേഷം കാൽഭാഗം ഇട്ടതിന് ശേഷം നമ്മുടെ ഗ്രോ ബാഗ് കീറി ചെടി പോലും അറിയാതെ വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെ ഒട്ടും മണ്ണ് നഷ്ടപ്പെടാതെ നമ്മൾ ചെടിക്കകത്തേക്ക് ആ ഗ്രോ ബാഗിലേക്ക് വെക്കുന്നു. മണ്ണ് ചാണകപ്പൊടി മിശ്രിതം നിറയ്ക്കുന്നു. അതും ഇതുപോലെ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം ഗ്രോ ബാഗ് നിറച്ചാൽ മതിയായിരിക്കും. സക്കുറ ബലാക്കാനാണ് സാധാരണഗതിയിൽ അത് വേര് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്ലാന്റ് ഉണ്ടാക്കാറ്. എന്നാൽ അതിന് വേര് വന്ന ഒരു ചെടിയാണിത്. ഇതിനെ നമ്മൾ അടുത്ത സൈസ് ഗ്രോ ബാഗിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ മണ്ണിൻ്റെ കൂടെ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെയുള്ള മിശ്രിതവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നമ്മൾ ഗ്രോ ബാഗ് സൈസ് മാറ്റുകയാണ്. ഒരു ചെറിയ നിറച്ചും ഇടേണ്ടതില്ല. മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 3/4 ഏരിയ, ഒരു മുക്കാൽ ഭാഗം മാത്രം നമ്മൾ മണ്ണിട്ടാൽ മതിയോ. ഇതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചെടി മാറ്റേണ്ടത്. ഇതുപോലെ നമ്മൾ യെല്ലോ ഫോക്സ് സ്റ്റൈല് മാറ്റിയിട്ട് ഒരു 7 ദിവസമായിട്ടുള്ളൂ. ആ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വളർച്ചയിലുള്ള വ്യത്യാസം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ചെടിയുടെ ഇല കണ്ടാൽ നമുക്കറിയാം, ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഒരു യെല്ലോ കളറാണ്. ഇതാണ് സെൻറ്റായി ഓറഞ്ച് എന്ന് പറയുന്ന ചെടി. വളരെ ചെറുപ്പത്തിൽ തന്നെ പൂത്ത് ഏറ്റവും ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള കളറും ആയിരിക്കും, നിറയെ പൂക്കുകയും ചെയ്യുന്ന വെറൈറ്റിയാണ് സെൻറ്റായി ഓറഞ്ച്. ഇപ്പോൾ ഇതാണ്ട് 8x8 സൈസ് ഗ്രോ ബാഗിൽ തന്നെ എന്താ പൂത്ത് നിൽക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. ഇതിനെ നമ്മൾ അടുത്ത ചട്ടിയിലേക്ക് മാറ്റും. നമ്മുടെ സുവർണയാണ്. സുവർണയും 8x8 സൈസ് ഗ്രോ ബാഗ് തന്നെയാണ്. ഇതിലും നിറയെ പൂക്കളായിട്ടുണ്ട്, നിറയെ മുട്ടകളുണ്ട്. നല്ല സൈസ് എത്തിയ പ്ലാന്റാണ് നമ്മുടെ സുവർണയുടേതും. 8x8 സൈസ് ഗ്രോ ബാഗിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലെയിം റെഡിൻ്റെ തൈകളാണ് ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു ഏജിൽ നമുക്ക് ഇതിനെ ഹാങ്ങിങ് പോട്ടിലേക്ക് വേണമെങ്കിൽ മാറ്റാനായിട്ട് കഴിയും.
ഒത്തിരി മൂത്ത് പഴകിയ ചെടി നമ്മൾ ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റുന്നതിന് പകരം ഈ ഒരു ഏജിലാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഏജ് വളരെ നല്ലതാണ്. ഇതിനെല്ലാം തന്നെ നമ്മൾ കുറച്ചുകൂടെ അകത്തി വെക്കണം. സൺലൈറ്റ് എയർ സർക്കുലേഷനൊക്കെ കറക്റ്റ് കിട്ടാനായിട്ട് കുറച്ചുകൂടെ അകത്തി വെക്കാൻ പോവുകയാണ്. ഫ്ലെയിം റെഡിൻ്റെ നല്ല പൂവായ മറ്റൊരു ചെടിയാണിത്. ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അതിനെ ഒന്ന് പ്രൂൺ ചെയ്യണം. അപ്പം നീണ്ടു പോയിരിക്കുന്ന ഈ ബ്രാഞ്ചസിനെല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് ഷെയ്പ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുക. ഈ എഡ്ജ് പാർട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് ആ എഡ്ജ് പാർട്ടിൽ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് വരും. ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ നിറയെ പൂക്കാനായിട്ടുള്ള ഒരു സാധ്യത അത് ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട്. പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന മറ്റൊരു ഫ്ലെയിം റെഡിൻ ചെടിയാണ്. ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ചെടിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചട്ടിയിലേക്ക് മാറ്റുന്നതിന് മുമ്പാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇവയെല്ലാം തന്നെ ഫ്ലെയിം റെഡിൻ്റെ ചെടികളാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ കൂടി കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഓരോന്നിനെയും എടുത്ത് കറക്റ്റ് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ, സൺലൈറ്റ് കറക്റ്റ് അവൈലബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഓരോന്നിനെയും എടുത്ത് കറക്റ്റ് സ്പേസ് ഇട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. അതുപോലെ ഓരോന്നിൻ്റെ എഡ്ജ് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാനായിട്ട്. ഇത് നമ്മൾ ഹാങ്ങിങ് ബോർഡിലേക്ക് മാറ്റുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഏറ്റവും ഗ്രോത്ത് ഉള്ളതും ഡിഫറെൻറ്റ് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുമായിട്ടുള്ള ചെടികൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ആ ഒരു ഷേപ്പിലേക്ക് ഹാങ് ആവുകയും ചെയ്യും, നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് ടാങ്ലോങ് റെഡ് ഒറിജിനലാണ്. ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ ഗ്രോ ബാഗിൽ നിന്നും ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒരു 15-20 ദിവസമായിട്ടുണ്ട്. നിറയെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തുനിന്നെല്ലാം നിറയെ ശിഖരങ്ങൾ പൊട്ടിയിട്ട് ഈ ഒരു സൈസിലേക്ക് മാറി. പ്രൂൺ ചെയ്ത ചെടികൾ നമ്മൾ 10 ഇഞ്ച് സൈസ് പോട്ടിലേക്ക് മാറ്റുകയാണ്. ചട്ടിയുടെ അടിയിൽ ഹോൾസ് കൃത്യമായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ പോട്ടി മിക്സ് നമ്മളോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മണ്ണ് ചാണകപ്പൊടി പോട്ടി മിക്സായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി നമ്മൾ ഒരു 1/4 ഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. ഈ ചെടിയെ നമ്മൾ ഈ 10 ഇഞ്ച് സൈസ് പോട്ടിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, നമ്മുടെ ചെടികളുടെ അടിയിലുള്ള വേരിൻ്റെ ഗ്രോത്ത് കണ്ടോ. ഇതിനെയാണ് നമ്മൾ നേരെ ചട്ടിയിലേക്ക് മാറ്റുന്നത്. അല്ലാത്ത പക്ഷം ചെടിയുടെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ഇനി നമ്മൾ സൈഡിലുള്ള ഈ ഏരിയ മുഴുവൻ തന്നെ പോട്ടി മിക്സ്ചർ കൊണ്ട് തന്നെ നിറയ്ക്കുകയാണ്. നനച്ചതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് മാറ്റാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ 10 ഇഞ്ചിൻ്റെ ചട്ടിയുണ്ട്, 8 ഇഞ്ചിൻ്റെ ചട്ടിയുണ്ട്. ഇവയെല്ലാം തന്നെ കറക്റ്റ് ഇലകൾ കൂട്ടിമുട്ടാത്ത രീതിയിൽ നല്ല എയർ സർക്കുലേഷനും നല്ല സൺലൈറ്റും ലഭ്യമാകുന്ന രീതിയിൽ ചെടികൾ മാറ്റിയതിന് ശേഷം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവയെല്ലാം തന്നെ 2 ദിവസമായിട്ടുള്ള മാറ്റിയിട്ട് ഒരു 15 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഇരട്ടി വളർച്ചയിലേക്ക് ഇത് എത്തിച്ചേരുന്നതാണ്.